അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 11ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ ഹാദി അഷർ 11ാമത്തെ പാഠം. അല്ലാഹു മഹ്ദി ഖൗമി. നുബുവത്തിന്റെ 10ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിൽ ആഴ്ത്തിയ 2 സംഭവങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകരായ അബൂ ത്വാലിബും പ്രിയപത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി. ഇതോടെ ഖുറൈശികളുടെ മർദ്ദനം ശക്തമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി. സഖീബ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരോട് സഹായം തേടാനുമായിരുന്നു യാത്ര. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഇളക്കിവിട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദങ്ങളിൽ നിന്ന് രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടെ മക്കയിലേക്ക് തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്തു. ഖർനു സ്വാലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി. കൂടെ ഒരു മലക്കുമുണ്ട്. പർവ്വതങ്ങളെ കാക്കുന്ന മലക്കാണെന്നും അങ്ങയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണെന്നും ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്ന പക്ഷം ജബലു അബി ഖുബൈസിനെയും അതിന് അഭിമുഖമായി നിൽക്കുന്ന മലയെയും മറിച്ചിട്ട് അവരെ നശിപ്പിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫുകാർക്ക് മാപ്പ് നൽകി. വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ കയറി അവിടെയുള്ള ഒരു മരത്തണലിൽ വിശ്രമിച്ചു. ഈ മുന്തിരിക്കുലകൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കൂ. തോട്ട ഉടമകളായ ഉത്തുബയും ഷൈബയും ഭൃത്യനായ അദ്ദാസിനോട് പറഞ്ഞു. അദ്ദാസ് അവ തിരുമുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ തുടങ്ങി. അദ്ദാസ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടുകാരൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാണ്? അദ്ദാസ്, ഞാൻ നീനവ എന്ന നാട്ടുകാരനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരനാണല്ലേ? അദ്ദാസ്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾക്കെങ്ങനെ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, യൂനുസ് എൻ്റെ സഹോദരനാണ്. അദ്ദേഹം നബിയായിരുന്നു, ഞാനും നബിയാണ്. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശിരസിൽ ചുംബിച്ച് ഇസ്ലാം സ്വീകരിച്ചു. നഖല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തുവന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഒരു വിശിഷ്ട യാത്ര ഒരുക്കി. അതായിരുന്നു മിഅ്റാജ്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖറഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ത്വായിഫ് മക്കയിൽ നിന്ന് 86 കിലോമീറ്റർ അകലെയുള്ള പ്രദേശം. മലക്കുൽ ജിബാൽ പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക്.
അബു ഖുബൈസ് മക്കയിലെ ഒരു പർവ്വതം. ഇനബ് മുന്തിരി. ഉത്തുബ ഷൈബ രണ്ട് ഖുറൈശി പ്രമുഖർ. ഹുസനുൻ ദുഃഖം. ആമുൽ ഹുസൻ ദുഃഖവർഷം. നഖ്ല മക്കയുടെ സമീപത്തുള്ള ഒരു സ്ഥലം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നസിൽ യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. ഉത്തുബ, അബു ഖുബൈസ്, അദ്ദാസ്, മലക്കുൽ ജിബാൽ, ഖർനുസ് ഫആലിബ്. ഇപ്പുറത്ത് നോക്കൂ. നീനവ സ്വദേശി, ഖുറൈശി പ്രമുഖൻ, ത്വായിഫിനടുത്തുള്ള ഒരു സ്ഥലം, മക്കയിലെ ഒരു പർവ്വതം, പർവ്വതങ്ങളുടെ മലക്ക്. ഓരോന്നിനും യോജിച്ചത് അതിന് നേരെ എഴുതണം. അപ്പൊ നോക്കൂ. ഉത്തുബ ഖുറൈശി പ്രമുഖൻ, അബു ഖുബൈസ് മക്കയിലെ ഒരു പർവ്വതം, അദ്ദാസ് നീനവ സ്വദേശി, മലക്കുൽ ജിബാൽ പർവ്വതങ്ങളുടെ മലക്ക്, ഖർനുസ് ഫആലിബ് ത്വായിഫിനടുത്തുള്ള ഒരു സ്ഥലം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, അദ്ദാസ് ഏത് നാട്ടുകാരനാണ്? ഉത്തരം നീനവ നാട്ടുകാരനാണ്. രണ്ടാമത്തെ ചോദ്യം, ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച്? ഉത്തരം നഖ്ല എന്ന സ്ഥലത്ത് വെച്ച്. മൂന്നാമത്തെ ചോദ്യം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ഏതു വർഷം? ഉത്തരം നുബൂവത്തിന്റെ 10-ാം വർഷം. നാലാമത്തെ ചോദ്യം, അർദാസ് ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് കാരണം? ഉത്തരം യൂനുസ് നബി തന്റെ സഹോദരനാണെന്നും അദ്ദേഹം നബിയായിരുന്നെന്നും താനും നബിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസിനോട് പറഞ്ഞു. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ ചുംബിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിച്ച തോട്ടത്തിന്റെ ഉടമകൾ ആര്? ഉത്തരം ഉത്തുബയും ഷൈബയും. ആറാമത്തെ ചോദ്യം, ത്വായിഫുകാരെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ച മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഏഴാമത്തെ ചോദ്യം, ജിന്നുകൾ ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് കാരണം? ഉത്തരം നഖ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയാകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തുവന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 8. നുബുവത്തിന്റെ 10-ാം വർഷത്തിന് ആമുൽ ഹുസൻ എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം നുബുവത്തിന്റെ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയപത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി. അതിനാൽ ഈ വർഷം ആമുൽ ഹുസൻ എന്നറിയപ്പെടുന്നു. തദ്രീബാത്തിൽ 4-ാമത്തെ പ്രവർത്തനം തഖ്സീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്രയെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റത്തു ത്വായിഫിനെ കുറിച്ചാണ്. സത്യമതത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ടു പോകുന്തോറും ഖുറൈശികളുടെ മർദ്ദന മുറകളും കഠിനമായി കൊണ്ടിരുന്നു. അതെല്ലാം സഹിച്ച് മുന്നോട്ടു പോകുന്നതിനിടെ നുബൂവത്തിന്റെ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയപത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി. ഇതോടെ ഖുറൈശികളുടെ മർദ്ദനം ശക്തമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി. സഖീബ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരോട് സഹായം തേടാനുമായിരുന്നു യാത്ര. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഇളക്കിവിട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദങ്ങളിൽ നിന്ന് രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടെ മക്കയിലേക്ക് തിരിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്തു. ഖർനു സആലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനാകി. കൂടെ ഒരു മലക്കുമുണ്ട്. പർവ്വതങ്ങളെ കാക്കുന്ന മലക്കാണെന്നും അങ്ങയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണെന്നും ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്ന പക്ഷം ജബൽ അബി ഖുബൈസിനെയും അതിന് അഭിമുഖമായി നിൽക്കുന്ന മലയെയും മറിച്ചിട്ട് അവരെ നശിപ്പിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫുകാർക്ക് മാപ്പ് നൽകി. വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ കയറി അവിടെയുള്ള ഒരു മരത്തണലിൽ വിശ്രമിച്ചു. ഈ മുന്തിരിക്കുലകൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കൂ. തോട്ട ഉടമകളായ ഉത്തുബയും ഷൈബയും ഭൃത്യനായ അദ്ദാസിനോട് പറഞ്ഞു. അദ്ദാസ് അവ തിരുമുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ തുടങ്ങി. അദ്ദാസ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടുകാരൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസിനോട്, താങ്കൾ ഏത് നാട്ടുകാരാണെന്ന് ചോദിക്കുന്നു? നീനവ നാട്ടുകാരനാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരനാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അദ്ദാസ് ചോദിച്ചു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരനാണെന്നും അദ്ദേഹം നബിയായിരുന്നെന്നും താനും നബിയാണെന്നും അറിയിച്ചു. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശിരസിൽ ചുംബിച്ച് ഇസ്ലാം സ്വീകരിച്ചു. നഹ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയാകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തുവന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ യാത്രയിൽ ഉണ്ടായ 2 സന്തോഷ സംഭവങ്ങളാണ് നാം ഇവിടെ കണ്ടത്. ദുഃഖിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സർവശക്തനായ അല്ലാഹു നൽകിയ സന്തോഷകരമായ സംഭവങ്ങളായിരുന്നു അവ. സത്യമത പ്രബോധനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങൾ നിരവധിയാണ്. നബി ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സർവശക്തൻ തുണയ്ക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.